സോ യൂണിറ്റ് 2 വരുന്നത് എഫക്റ്റീവ് മെയിൽസ് ആണ്. എഫക്റ്റീവ് മെയിൽസിൽ ബോത്ത് ഫോമൽ ആൻഡ് ഇൻഫോമൽ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഇമെയിലിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളുമാണ് കൊടുത്തേക്കുന്നത്. സോ ലെറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കഷ്ണം പേപ്പറിൽ എഴുതുന്ന കുറച്ച് എഴുത്തുകളെയാണ് നമ്മൾ ലെറ്റർ എന്ന് പറയുന്നത്. പ്രിൻ്റ് പേപ്പറിൽ ആണ് നമ്മൾ ലെറ്റേഴ്സ് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പം പണ്ട് കാലങ്ങളിൽ ഈ പേപ്പേഴ്സ് ഒന്നും ഇല്ലാത്ത സമയത്ത് ലെറ്റേഴ്സ് എഴുതിക്കൊണ്ടിരുന്നത് മെറ്റൽ, പിന്നെ വുഡൻ, നമ്മുടെ തടിയുടെ ചെറിയ ചെറിയ ടാബ്ലറ്റ് ഫോംസിൽ, പിന്നെ ആനിമൽസിൻ്റെ സ്കിന്നിൽ, നമ്മുടെ ഈ പോട്ടിൻ്റെ കുടത്തിൻ്റെയൊക്കെ പൊട്ടിയ കഷ്ണങ്ങളിൽ ഒക്കെയാണ് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നമുക്ക് പോസ്റ്റ്മാൻസ് ആണ് ലെറ്റേഴ്സ് എല്ലാം ഡെലിവറി ചെയ്യുന്നത്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ പീജിയൻസ്, നമ്മുടെ പ്രാവുകളൊക്കെ ആയിരുന്നു ലെറ്റേഴ്സ് ഡെലിവർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കുതിരപ്പുറത്തിരുന്ന വ്യക്തികൾ തന്നെ പേഴ്സണലി ലെറ്റേഴ്സ് ഡെലിവർ ചെയ്യുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നമുക്ക് പോസ്റ്റ്മാനും കാര്യങ്ങളാണ് ലെറ്റേഴ്സ് എല്ലാം ഡെലിവർ ചെയ്യുന്നത്. സോ ഇപ്പം നമുക്ക് അങ്ങനെ ലെറ്റേഴ്സ് അയക്കേണ്ട ഒരു ആവശ്യം പോലും ഇല്ല. കാര്യം ഒരുപാട് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തതോടുകൂടി നമുക്കിപ്പം ഇമെയിൽസ് അവൈലബിൾ ആണ്. സോ ഇമെയിൽസിനെ കുറിച്ചാണ് ഈ ഒരു യൂണിറ്റിൽ ഫുള്ള് ചർച്ച ചെയ്യുന്നത്. ഇമെയിൽ എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് എൻ ഇമെയിൽ എന്ന് സിംപിളി ചോദിക്കുമ്പോൾ ആൻ ഇലക്ട്രോണിക് മെയിൽ എന്ന് നമുക്ക് ആൻസർ ചെയ്യാം. വൺ വേർഡിനൊക്കെ അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരു പീസ് ഓഫ് പേപ്പറിൽ എഴുതുന്നതിനെക്കാട്ടിയും നമുക്ക് ഒരാളെടുത്ത് കൺവേ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊരു ഇമെയിൽ ബോക്സിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്ത് അയക്കുവാണ്. അതാണ് ഇമെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ഒരു ഫസ്റ്റ് പോർഷനിൽ വരുന്ന ഡിഫറൻസ് ബിറ്റ്വീൻ പോസ്റ്റൽ മെയിൽ ആൻഡ് ഇമെയിൽ ആണ്. സോ പോസ്റ്റൽ മെയിൽ എന്ന് പറയുമ്പോൾ അത് ഒരുപാട് ദൂരത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സമയമെടുക്കും, സ്ലോ ആണ്. കാര്യം നമ്മളിപ്പോൾ ഒരു പാഴ്സൽ അയച്ചാലും അത് ഇപ്പം കേരളത്തിൻ്റെ അകത്താണെങ്കിൽ തന്നെ 3 തൊട്ട് 5 വർക്കിംഗ് ഡേയ്സ് എടുക്കും അത് കിട്ടാൻ വേണ്ടിയിട്ട്. മെയിലാണെങ്കിൽ വിത്തിൻ ഫ്ലാഷ് ഓഫ് സെക്കൻഡ്സിലാണ് അത് കിട്ടുന്നത്. അതിനുവേണ്ടി നമുക്ക് പ്രോപ്പർ ഇൻ്റർനെറ്റ് കണക്ഷനും സ്മാർട്ട് ഫോണും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ PC ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് മെയിൽ അയക്കാവുന്നതേ ഉള്ളൂ. വിത്തിൻ സെക്കൻഡ്സിൽ കിട്ടും. അപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്ന് മേ ബി ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഓൾഡ് നമ്മൾ പേപ്പറിന് പകരം എന്തിലൊക്കെ ആയിരുന്നു ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ടായിരുന്നെന്ന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മെറ്റൽ, വുഡൻ ടാബ്ലറ്റ്സ്, ആനിമൽ സ്കിൻ, പോട്ടറി ഫ്രാഗ്മെൻറ്റ്സ് ആൻഡ് പാപ്പിറസ്, അതൊന്ന് ഓർത്ത് വെച്ചാൽ മേ ബി 2 മാർക്കിന് 1 മാർക്കിനൊക്കെ ചോദിച്ചാൽ നമുക്ക് ആ ഒരു ഇത് കിട്ടുമല്ലോ. പിന്നീട് ഡിഫറൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ പോസ്റ്റൽ മെയിൽ ആൻഡ് മെയിൽ. പോസ്റ്റൽ മെയിൽ മീൻസ് നമ്മൾ നോർമൽ ട്രഡീഷണൽ ലെറ്റർ, പിന്നെ അല്ലാതെ മെയിൽ. അതിലിപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഡിസ്റ്റൻസിൻ്റെ കാര്യമാണ്. നെക്സ്റ്റ് വരുന്നത്, പിന്നെ അടുത്തതായിട്ട് വരുന്നത്, അതായത് ചില സ്ഥലങ്ങളിൽ നമുക്കിത് ഡെലിവർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, ദൂരത്തുള്ള സ്ഥലങ്ങളിലും. അപ്പം ഒരുപാട് ദിവസം എടുക്കുമ്പോൾ നമ്മൾ പേപ്പറും ലെറ്ററൊക്കെ അല്ലേ, അത് മേ ബി കീറാനോ അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പം എലി കരണ്ടാനോ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അത് പെട്ടെന്ന് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇമെയിൽ ആണെങ്കിൽ അത് ഡാമേജ് ആവാനും ഒന്നും ചാൻസ് ഇല്ല. കാര്യം നമ്മൾ ഡിജിറ്റൽ ഫോമിലാണ് അയക്കുന്നത്, നമ്മൾ ഫോണിലാണ് അയക്കുന്നത്. ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ അത് എവിടെ വേണമെങ്കിലും എത്തും. പിന്നെ പോസ്റ്റൽ മെയിൽ എന്ന് പറയുമ്പോൾ പോസ്റ്റൽ സ്റ്റാമ്പ്സ് ഒട്ടിക്കണം. അപ്പോൾ അതിൻ്റെ പ്രൈസ് ഇച്ചിരി കോസ്റ്റ്ലിയർ ആണ്. അതായത് ദൂരം അനുസരിച്ച് സ്റ്റാമ്പിൻ്റെ പൈസ കൂടിക്കൊണ്ടിരിക്കും, അതിൽ കുറച്ച് ക്യാഷ് കൂടുതലായിട്ട് വരും. ഇമെയിൽസിലാണെങ്കിൽ പോസ്റ്റൽ സ്റ്റാമ്പ്സിൻ്റെ ആവശ്യമില്ല. കാര്യം നമുക്കൊരു പ്രോപ്പർ നെറ്റ് കണക്ഷൻ നമ്മുടെ ഫോണിൽ അല്ലെങ്കിൽ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും അയക്കാം. നെക്സ്റ്റ് വണ്ണെന്ന് പറയുമ്പോൾ അത് ലെറ്റേഴ്സ് നമുക്ക് എഴുതി മാത്രമേ അയക്കാൻ പറ്റുള്ളൂ. പക്ഷെ മെയിലിൽ നമുക്ക് വോയിസ് ഇൻക്ലൂഡ് ചെയ്യാം. അതായത് അറ്റാച്ച്മെൻറ്റ് സെക്ഷൻ ഉണ്ടല്ലോ, അവിടെ വോയിസ്, ഈ വീഡിയോസ്, ഇമേജസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഹാൻഡ് റൈറ്റിങ്ങിൽ നമുക്ക് വെറൈറ്റി ഓഫ് ഹാൻഡ് റൈറ്റിംഗ് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ ലെറ്റേഴ്സിൽ. പക്ഷെ നമുക്ക് മെയിലിൽ ഒരുപാട് കളേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാം, ഇമേജസ് ആഡ് ചെയ്യാം. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോൺസ് ഉണ്ടല്ലോ, ഇറ്റാലിക്, ബോൾഡ്, അങ്ങനെ കുറേ ഫോൺസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ട്രഡീഷണൽ ലെറ്ററിൽ വരുന്ന അല്ലെങ്കിൽ ട്രഡീഷണൽ മെയിലിൽ വരുന്നത് ഒരു അഡ്രസ്സ് മാത്രമേ റിസീവറിന് കൈപ്പറ്റാൻ പറ്റുള്ളൂ ഒരു സമയത്ത്. പക്ഷേ അല്ലാതെ ട്രഡീഷണലിൽ വരുന്ന അതും ഒരു പർട്ടിക്കുലർ അഡ്രസ്സിൽ ഒരു മെയിൽ മാത്രമേ നമുക്ക് കിട്ടൂ. അത് നമ്മൾ അയക്കുന്നത് ഒരു ദിശയിലോട്ട് മാത്രമേ പോവുള്ളൂ. പക്ഷേ മെയിലാണെങ്കിൽ നമുക്ക് ഒരുപാട് നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ലോകത്തിൽ എവിടെയാണെങ്കിൽ പോലും ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മെയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ അതാണ് അതിൻ്റെ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്.
പിന്നെ ഒരു മെയിലിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 7 ഘടകങ്ങളുണ്ട്. ഫസ്റ്റ് ടു അഡ്രസ്സ്, സെക്കൻഡ് CC ഓർ BCC, തേർഡ് വൺ സബ്ജക്ട് ലൈൻ, ഫോർത്ത് വൺ ഇമെയിൽ ഗ്രീറ്റിംഗ്, ഫിഫ്ത്ത് വൺ ഇമെയിൽ ബോഡി, സിക്സ്ത് വൺ ഇമെയിൽ ക്ലോസിംഗ്, സെവൻത് വൺ സിഗ്നേച്ചർ. സോ ഫസ്റ്റ് വൺ ടു, നമ്മൾ ആർക്കാണോ ഈ ഒരു മെയിൽ അയക്കുന്നത് അവരുടെ മെയിൽ അഡ്രസ്സാണ് ടൂയിൽ വരുന്നത്. CC ഓർ BC വരുമ്പോൾ CC ഈസ് എ കാർബൺ കോപ്പി. അതായത് നമ്മൾ എന്താണ് വേറൊരാൾക്കത് കോപ്പി ചെയ്ത് അയക്കണം. നമ്മളിപ്പോൾ 2 പേർക്ക് അയക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സെയിം മെയിൽ നമ്മൾ രണ്ടാമത് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി ആ ഒരാൾക്കത് കോപ്പി ആയിട്ട് പോകും. ആ CCയുടെ ഓപ്ഷനിൽ നമുക്ക് അവരുടെ മെയിൽ കൊടുക്കാമെന്നുള്ളതാണ്, ആർക്കാണോ അയക്കുന്നതെന്ന് വെച്ചാൽ. പിന്നെ BCC എന്ന് പറയുമ്പോൾ ബ്ലൈൻഡ് കാർബൺ കോപ്പിയാണ്. അതായത് നമുക്ക് മറ്റൊരാൾക്ക് കൂടി അത് അയക്കാൻ പറ്റും. അത് ഈ നമ്മൾ അയക്കുന്ന 2 വ്യക്തികൾക്കും അത് ആർക്കാണ് അയക്കുന്നത് എന്നുള്ളത് കാണാൻ പറ്റില്ല. അതാണ് ബ്ലൈൻഡ് കാർബൺ കോപ്പി ഓർ BCC എന്ന് പറയുന്നത്. സബ്ജക്റ്റ് ലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനെക്കുറിച്ചാണ് ഈ ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു മെയിൽ അയക്കുന്നത് അതിനെക്കുറിച്ചിട്ടാണ് സബ്ജക്റ്റ് ലൈൻ വരുന്നത്. അത് എന്താണ് വിഷയം ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, പ്ലീസ് റിവ്യൂ ടിൽ August 31 മാർക്കറ്റിംഗ് ബഡ്ജറ്റ് Q4. ഇതേപോലെ സിമ്പിൾ ആയിട്ടുള്ള കീവേഡ്സിൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ടൈപ്പ് ചെയ്ത് അയക്കാം. ഇമെയിൽ ഗ്രീറ്റിംഗ്, അതായത് സല്യൂട്ടേഷൻ, നമ്മൾ എന്താണ് അവരെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുക എന്നുള്ളത്. അതായത് ഹായ്, അത് കൂടുതൽ നമുക്ക് ഇൻഫോർമൽ ലെറ്റേഴ്സിൽ നമുക്ക് ഹായ് യൂസ് ചെയ്യാം. ഫോർമൽ ആകുമ്പോൾ കുറച്ച് ഡിയർ മിസ്റ്റർ, മിസ്സിസ്, ഡോക്ടർ, പ്രൊഫസർ അങ്ങനെയുള്ള കുറച്ച് സല്യൂട്ടേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. ഇമെയിൽ ബോഡി, നമ്മൾ എന്താണ് ആ ഒരു കണ്ടന്റിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ വളരെ ബ്രീഫായിട്ട് അത് ചുരുക്കി വേണം നമ്മൾ ഇമെയിൽ ബോഡി എപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇമെയിൽ ക്ലോസിങ്, അതായത് പൊളൈറ്റ്ലി നമ്മൾ ഇപ്പോൾ ഒരു കംപ്ലൈൻറ്റ് ആണെങ്കിൽ അതിനുള്ള റെസൊല്യൂഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ജോബ് എൻക്വയറി ആണെങ്കിൽ അതിനുള്ള റിപ്ലൈ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ അതിൻ്റെ ഇമെയിൽ ക്ലോസിങ്ങും കാര്യങ്ങളും കൊടുക്കേണ്ടുള്ളത്. പിന്നെ നമ്മുടെ ഒരു സിഗ്നേച്ചറിൽ വരുന്നതെന്ന് വെച്ചാൽ നമ്മളിത് എൻഡ് ചെയ്യുമ്പം സിൻസിയർലി, ബെസ്റ്റ് റിഗാർഡ്സ്, ബെസ്റ്റ് അങ്ങനെയുള്ള വേർഡ്സ് യൂസ് ചെയ്യുള്ളൂ, എക്സ്പ്രസ്ഫുള്ളി അങ്ങനെയുള്ള വേർഡ്സ് യൂസ് ചെയ്യുന്നതാണ് സിഗ്നേച്ചറിൽ വരുന്നത്. നമ്മുടെ ആ ഒരു അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെയിമും ആഡ് ചെയ്യുള്ളൂ. അങ്ങനെയാണ്. ഇവിടെ ആണെങ്കിൽ മെയിലിൻ്റെ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെയാണ് 2 അഡ്രസ്സ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് സബ്ജക്ട് ലൈനും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സല്യൂട്ടേഷൻ, പിന്നെ ആ ഒരു കണ്ടന്റ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ആ സിഗ്നേച്ചർ, പിന്നെ നെയിമും. പിന്നെ വരുന്നത് വെച്ചാൽ ഫോർമലും ഇൻഫോർമലും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സോ ഫോർമൽ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജിലായിരിക്കും അത് എഴുതുന്നത്. ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ മെയിൻലി കാഷ്വൽ ആൻഡ് ഫ്രണ്ട്ലി ആണ്. അതായത് നമ്മൾ വളരെ പ്രിയപ്പെട്ട ഒരാൾക്ക് എഴുതുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു എന്താണ് ഫോർമാലിറ്റി ഒന്നുമില്ല, വളരെ ജെനുവിനായിട്ടായിരിക്കും നമ്മളത് എഴുതുന്നത്. പിന്നെ പ്രൊഫഷണൽ ആയിരിക്കും. ഇൻഫോർമൽ ആസ് ദ നെയിം സജസ്റ്റ് ഇറ്റ് ഈസ് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. പിന്നെ ഫോർമലിൽ വരുന്ന മെയിനായിട്ടും ബിസിനസ് ലെറ്റേഴ്സ്, റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ്, കംപ്ലൈൻറ്റ് ലെറ്റേഴ്സ്, എൻക്വയറി, കവർ ലെറ്റേഴ്സ്, പിന്നെ ഫോർമൽ ഇൻവിറ്റേഷൻ ലെറ്റേഴ്സ് ആയിരിക്കും. ഇമെയിലിൽ വരുന്നത് ഗീവ് അഡ്വൈസ്, ഒരു ആസ്ക് ഹെൽപ്പ്, സിബ്ലിങ്സ്, ടു സിബ്ലിങ്സ്, പേരൻസ് ആൻഡ് അതർ ക്ലോസ് വൺസ്. ആർക്ക് വേണമെങ്കിലും നമ്മൾ പേഴ്സണൽ മെസ്സേജ് അയക്കാമല്ലോ. ഫോർമലിൽ വരുന്ന ഫോർമൽ ടോൺ ആയിരിക്കും ആ ഒരു മാറ്റർ ഓഫ് ഫാക്ട്, എന്താണോ ഒരു കാര്യങ്ങൾ പോയിൻ്റായിട്ട് പറയാനുള്ളത് അത് മാത്രം. പിന്നെ പാസീവ് ആയിരിക്കും, അധികം ആക്റ്റീവ് ആയിരിക്കത്തില്ല, ഒരു കാര്യം മാത്രം പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യും. ഇൻഫോർമൽ ആകുമ്പോൾ ഇൻഫോർമൽ ടോണാണ്, പേഴ്സണൽ ടോൺ ആയിരിക്കും. സ്ലാങ്ങും അതിൻ്റെ അകത്ത് നമ്മുടെ കൊളോക്കിയലിസംസും ഉണ്ട്, നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നുണ്ട്, ആ പോടാ എന്നൊക്കെ പറയുന്ന പോലുള്ള വാക്കുകളും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ലെങ്ത്, ഫോർമൽ മെയിൽ എന്ന് പറയുമ്പോൾ യൂഷ്വലി ഷോർട്ട് ആയിരിക്കും, കാര്യം എന്താണോ പറഞ്ഞു വെക്കാനുള്ളത് അത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കും. ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ ലോങ്ങർ ആയിരിക്കും. ഫോർമൽ ഇമെയിൽസ് സജസ്റ്റ് ചെയ്യുന്നത് ബിസിനസ് പ്രൈസ്, പിന്നെ വർക്ക് പ്ലേസ്, ഓർഗനൈസേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സെട്ര. ഇൻഫോർമൽ അറിയാമല്ലോ, നമ്മളെ ഫ്രണ്ട്സ്, ഫാമിലി, അക്കൗണ്ടൻസസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. സോ ഇതിൻ്റെ അകത്ത് പിന്നെ കൊടുത്തിട്ടുള്ള ഫോർമലും ഇൻഫോർമലും കീ ഡിഫറൻസസ് ആണ്. അതായത് റിസീവേഴ്സ് മെയിൽ ID രണ്ടിലും ഉണ്ടായിരിക്കും. പിന്നെ സബ്ജക്റ്റ് ഫോർമലിൽ ഫോർമൽ സബ്ജക്റ്റ് ആയിരിക്കും, പിന്നെ ഇൻഫോർമലിൽ എന്തായാലും ഇൻഫോർമൽ സബ്ജക്റ്റ് ആയിരിക്കും. പിന്നെ ഫോർമലിൽ സെൻറ്റേഴ്സ് അഡ്രസ്സ് എന്തായാലും വെക്കണം. ഇൻഫോർമലിൽ നമ്മൾ അയക്കുന്ന ആളുടെ അഡ്രസ്സ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ സല്യൂട്ടേഷൻ, ഫോർമൽ സല്യൂട്ടേഷൻ ലൈക്ക് ഡിയർ സാർ അതൊക്കെ യൂസ് ചെയ്യാം. പിന്നെ സല്യൂട്ടേഷൻ ഹലോ, ഹായ്, ഡിയർ ഡാഡി, ഡിയർ മമ്മി അങ്ങനെയുള്ള യൂസേജസ് ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ ഫോർമൽ ലെറ്റർ പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 പാരഗ്രാഫ്സ് മാത്രമാണ് ഫോർമലിൽ പ്രിഫർ ചെയ്യുന്നത്. ഇൻഫോർമലിൽ 2 അതിലധികമോ ഒക്കെ എഴുതാം. പേഴ്സണലി ഇമോഷണലി ഒക്കെ വരുമ്പോൾ നമ്മളൊരു മെസ്സേജ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ലെങ്തി ആയിട്ട് ചെയ്യുമല്ലോ, അപ്പോൾ അത് കുറച്ച് ലോങ് ആയിപ്പോയാലും കുഴപ്പമില്ല.
കോംപ്ലിമെൻ്ററി ക്ലോസ് ആഡ് ചെയ്യുമ്പം യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി കൈൻഡ് റിഗാർഡ്സ് യുവേഴ്സ് സിൻസിയർലി ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ പേഴ്സണലി വരുമ്പം ലവ് യുവേഴ്സ് ബെസ്റ്റ് വിഷസ് ലോട്ട്സ് ഓഫ് ലവ് അങ്ങനെയുള്ള ലവിൻ്റെ ഭാഷയിൽ നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ ഫോർമലിൽ എന്തായാലും സെൻറ്ററിൻ്റെ ഒഫീഷ്യൽ നെയിം വരാം. ഇൻഫോർമലിൽ എന്തെങ്കിലും നിക് നെയിമോ അല്ലെങ്കിൽ നമ്മുടെ ആരാണോ ലെറ്റർ വായിക്കുന്നത് അവർക്ക് അറിയാവുന്ന എന്ത് പേര് വേണമെങ്കിലും ആഡ് ചെയ്യാം. സോ ഇവിടെ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓഫ് മെയിൽസിൻ്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് റീഡ് ചെയ്യാം. മേ ബി ഇനി മെയിൽ ക്രിയേറ്റ് ചെയ്യാൻ ചോദിക്കുമായിരിക്കും. സോ അങ്ങനെ ചോദിക്കുമ്പം ഈ ഒരു പാറ്റേണിൽ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് മെയിൽ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ മെയിൽസ് എല്ലാം എന്തുകൊണ്ടാണ് പോപ്പുലർ എന്നുള്ളൊരു ടോപ്പിക്കാണ്. സോ മെയിൽസ് ആർ യുബിക്വേഷ്യസ് എന്ന് വെച്ചാൽ മെയിൽസ് എല്ലാം നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും. അതാണ് യുബിക്വേഷ്യസിൻ്റെ മീനിങ്. അതായത് ഇപ്പം വൈഡ് സ്പ്രെഡ് ആണല്ലോ, എല്ലാവരും മെയിൽ അയക്കുന്നുണ്ട്, മെയിൽസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ മെയിൽസ് എല്ലാം പോപ്പുലർ ആണെന്നാണ് യുബിക്വസിൻ്റെ അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫാസ്റ്റ് ആൻഡ് ചീപ്പ്, ഏറ്റവും വേഗതയേറിയതും പിന്നെ ഏറ്റവും ചിലവ് കുറഞ്ഞതുമായിട്ടുള്ളൊരു സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷനാണ് മെയിൽ എന്ന് പറയുന്നത്. പിന്നെ ഫ്ലെക്സിബിളാണ്, അതായത് നമുക്ക് മെയിൽ ടൈപ്പ് ചെയ്യാനാണെങ്കിലും വോയിസ് സെൻഡ് ചെയ്യാനാണെങ്കിലും ഒക്കെ ഭയങ്കര ഈസിയാണ്. ഒരുപാട് പാടുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊന്നും അല്ല. ഇപ്പം കിഡ്സിന് വരെ മെയിൽസ് സിമ്പിളായിട്ട് ഡ്രാഫ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ലീഗലാണ്, വാലിഡാണ്. അതായത് പണ്ടൊക്കെ ആണെങ്കിൽ വാലിഡ് അല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമുക്കത് അതിൻ്റെ ഒതൻറ്റിസിറ്റി കാര്യങ്ങളും സിമ്പിളായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഓട്ടോമേറ്റഡ് മെസ്സേജ് ഹാൻഡ്ലിങ്, അതായത് നമുക്ക് ഈ സ്പാം മെസ്സേജ് ഉണ്ടല്ലോ, പ്രൊമോഷൻ്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പാമിങ് മീൻസ് കണ്ടിന്യൂസ് ആയിട്ട് അവർ ബൾക്കായിട്ട് ഒരുപാട് ആൾക്കാർക്ക് വേണ്ടി അയക്കുന്ന മെയിൽസും കാര്യങ്ങളും, അങ്ങനെയുള്ള മെയിലും കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി സ്പാം ഫോൾഡറിലോട്ട് മൂവ് ആവുന്നതായിരിക്കും. പിന്നെ റിസ്ക് ഓഫ് ഇമെയിൽസ് ആണ് അടുത്തതിൽ പറയുന്നത്. ഇത് ഇമെയിൽ നമ്മൾ യൂസ് ചെയ്യുമെങ്കിലും അതിൽ കുറച്ച് റിസ്ക്കും കാര്യങ്ങളും ഉണ്ട്. ഒന്ന് പ്രൈവസി, നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഉണ്ടാകുന്ന ഒരു ചാലഞ്ചാണ്, വെല്ലുവിളിയാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഉണ്ടാകുന്ന ഒരു വെല്ലുവിളിയാണ്. അതായത് ഒരു മെയിൽ വരുമ്പോൾ അത് നമുക്ക് ഹാക്കേഴ്സിൽ നിന്ന് മെയിൽ വരാൻ സാധ്യതയുണ്ട്. അതായത് നമ്മളത് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഒരു പക്ഷേ മാൽവെയറും കാര്യങ്ങളും നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ആകപ്പെടുന്ന തരത്തിലുള്ള മാൽവേഴ്സിൽ നിന്ന് വരും. പിന്നെ അൺസോളിസിറ്റഡ് മെയിൽസ്, അതായത് സ്പാം ആയിട്ടുള്ള മെയിൽസും കാര്യങ്ങളും ഉണ്ടല്ലോ. സോ മോസ്റ്റ് സ്പാം ആയിട്ടുള്ള മെയിൽ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമുക്കത് സ്പാമാണോ അല്ലയോ എന്ന് മേ ബി തിരിച്ചറിയാൻ പറ്റില്ല. സോ അവരൊരുപാട് കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റും കാര്യങ്ങളും ഒരുപാട് അൺഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് നമുക്ക് മെയിൽസും കാര്യങ്ങളും അയക്കും. പിന്നെ സൈബർ അറ്റാക്സ്, അതായത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, വൈറസ് നമ്മുടെ ഫോണിൽ കയറി മാൽവെയറൊക്കെ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാളായി നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങൾക്ക് വരെ ഒരു ഭീഷണിയാകുന്ന തരത്തിലുള്ള സംഭവങ്ങളുണ്ടാവും. പിന്നെ എക്കണോമിക് ചാലഞ്ചസ്, അതായത് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇപ്പോൾ ചീപ്പറല്ല, പക്ഷെ നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് ബിക്കമിങ് ചീപ്പർ എന്നാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അറിയാലോ, നമ്മുടെ നെറ്റും കാര്യങ്ങളും ചാർജ് ചെയ്യുന്നതിന് നല്ല എമൗണ്ട് തന്നെയാണ്. സോ എന്തൊക്കെയാ തന്നെ ആണെങ്കിലും നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസും കാര്യങ്ങളും എല്ലാം എക്സ്പെൻസീവ് ആണല്ലോ. നമുക്ക് നല്ലൊരു സ്മാർട്ട് ഫോണും നല്ല ഇൻ്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മെയിൽ അയക്കാൻ പറ്റും. പിന്നെ പെർൽ ഓഫ് ടു മച്ച് എക്സസ്, അതായത് നമുക്കൊരു മെയിൽ ഫാസ്റ്റായിട്ട് അയക്കാൻ പറ്റുമല്ലോ. സോ ഒരു ഹോളിഡേ ആണെങ്കിലും ഒരു വെക്കേഷനിലാണെങ്കിലും നമ്മളൊരു ജോലി സ്ഥലത്ത് മെയിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് നോക്കേണ്ടി വരും. കാര്യം ഈ മെയിൽ അയക്കുന്ന ആൾക്കും അറിയാം നമ്മളിപ്പോൾ വെക്കേഷനാണെങ്കിൽ നമ്മുടെ ഫോണിൽ നെറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു മെയിൽ നമ്മുടെ ഫോണിലേക്ക് കമ്പ്യൂട്ടറിലേക്ക് വരുമെന്നുള്ള കാര്യം. സോ നമുക്കത് നോക്കാൻ നമ്മൾ നിർബന്ധിതരാകുന്നു. കാര്യം മെയിൽ നോക്കിയല്ലേ പറ്റൂ, ലെറ്റർ പോലെ അല്ലല്ലോ. ലെറ്റർ ആണെങ്കിൽ നമുക്ക് ഹോളിഡേയ്സിലാണെങ്കിൽ അത് പറയാം. സോ ആ ഒരു ടെൻഷനും കാര്യങ്ങളും സ്ട്രെസ്സും ആ ഒരു എംപ്ലോയീസിൻ്റെ ഇടയിൽ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതാണ് പെർൽ ഓഫ് ടു മച്ച് ആക്സസ്. സോ ഇത്രയാണ് അതിൽ വരുന്നത്. പിന്നെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും വൺ വേർഡ് ക്വസ്റ്റ്യൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ഈ ഷോർട്ട് ടൈമിലാണ് പഠിക്കാൻ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു വൈ മെയിൽസ് ആ പോപ്പുലർ അല്ലെങ്കിൽ റിസ്ക് ഓഫ് മെയിൽസ് ഒക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ബ്ലാക്കിൽ കൊടുത്തേക്കുന്ന ഹെഡിങ്സ് ഉണ്ടല്ലോ, അത് മാത്രം ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. സ്വന്തം വേർഡ്സിൽ എഴുതിയാൽ മതി, എന്തായാലും മാർക്ക് കിട്ടുന്നതായിരിക്കും. ഒരു ഹെഡിങ്സ് മാത്രം ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഫുള്ള് ഇത് പഠിച്ച് സമയമില്ലെങ്കിൽ ഫുള്ള് ഇത് പഠിക്കണം എന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് യൂണിറ്റ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. താങ്ക് യു.